ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളത്തിൽ എഴുതിവെച്ചതിൽ ക്ഷേത്ര ഭരണസമിതിക്ക് പരാതിയില്ലെന്ന് ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര ഭരണസമിതി. അത്തപ്പൂക്കളത്തിനുള്ളിൽ കൊടി വരയ്ക്കുകയും ക്ഷേത്രവളപ്പിൽ കാവിക്കൊടി കെട്ടി ശിവജിയുടെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെയാണ് പരാതി. കൊടിയോ ഫ്ലെക്സ് ബോർഡുകളോ സ്ഥാപിക്കരുതെന്നാണ് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ്. ഒരു പുണ്യക്ഷേത്രത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗിക്കുകയാണ് RSS പ്രവർത്തകർ. അത്തപ്പൂക്കളമിടാൻ പോലീസ് സ്ഥലം നിശ്ചയിച്ച് മടങ്ങിക്കഴിഞ്ഞാണ് അത്തപ്പൂക്കളത്തിൽ കാവിക്കൊടി വരച്ചുവെച്ചത്. RSS വരച്ച അത്തപ്പൂക്കളത്തിലെ കാവിക്കൊടി ക്ഷേത്രാചാരത്തിന്റെ ഭാഗമല്ലെന്നും പാർത്ഥസാരഥിയുടെ കൊടിയിൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രമുണ്ടെന്നും ക്ഷേത്രസഭ ചൂണ്ടിക്കാട്ടി. ഉത്സവം വരുമ്പോൾ കൊടിയുമായിട്ട് വരുന്നു, കാളയുടെ പുറത്ത് കൊടി കെട്ടുന്നു, ആ ഉത്സവത്തിന് ചുറ്റും കൊടി വീശുന്നു. അതൊന്നും അംഗീകരിക്കാൻ ഒക്കുന്ന ഒരു പരിപാടിയല്ല. ഹൈക്കോടതി വിധി നമ്മൾ അതിന് തന്നെയാണ് വാങ്ങിച്ചത്. ഇങ്ങനെയുള്ള കൊടിതോരണങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. സംഘർഷം ഉണ്ടാകാൻ പാടില്ല. സമാധാന അന്തരീക്ഷത്തിൽ നമ്മുടെ ക്ഷേത്രം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഭരണസമിതിയിലെ അവരുൾപ്പെടെയുള്ള കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ചോദിക്കുകയാണ്, ഭരണത്തിലിരിക്കുന്നവർക്ക് യാതൊരു അവകാശമില്ലേ ഒരു പൂക്കളം ഇടാൻ അനുവദിക്കാൻ? എന്താണ് നമ്മളാണ് തീരുമാനിക്കേണ്ട പൂക്കളം അവിടെ ഇടണോ വേണ്ടയോ എന്ന്? കോടതി വിധി ലംഘിച്ച ഒന്നാം പ്രതിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആദരിച്ച് ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചെന്നും ക്ഷേത്ര കമ്മിറ്റി കുറ്റപ്പെടുത്തി. ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, മുതുപിലാക്കാട് നിവാസികളെ ബോധ്യം. കാരണം ഇന്നലെ ഒരു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വന്നിട്ട് പോലും മുതുപിലാക്കാട്ടിൽ നിന്ന് ഒരു 10% ആൾക്കാർ പോലും അവിടെ പങ്കെടുത്തില്ല. അന്യദേശത്തുള്ളവരാണ് വന്നത്. അതിൽ കുറച്ച് വനിതകൾ ഒരു സിനിമാ നടൻ കൂടിയായ നേരത്തെ കാണാനായിരിക്കും വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾ ഇപ്പം തന്നെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൂടെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, വീഡിയോകൾ കൊടുക്കുന്നുണ്ട്, പത്രമാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സത്യാവസ്ഥ ഞങ്ങൾ ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതൊരു തികച്ചും രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. ശാസ്താംകോട്ട മുതുപ്പിലക്കാടിലെ ഹൈന്ദവ വിശ്വാസികളായ 4500 പേർ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് RSS അവഹേളിക്കുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. RSSന്റെ രാഷ്ട്രീയ കളി അനുവദിക്കില്ലെന്നും പാർത്ഥസാരഥി ക്ഷേത്ര കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.